ഹായ്, വെൽക്കം ടു fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇടിയപ്പത്തിൻ്റെയാണ്. കയ്യിൽ ഒട്ടും തന്നെ നനവ് പറ്റാണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം ഇടിയപ്പത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം അത്രയും വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. മാവ് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിക്കോട്ടെ, ആ പരുവത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഇളക്കി എടുക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് മാവ് നല്ല കറക്റ്റ് പരുവത്തിന് കൺസിസ്റ്റൻസിയിൽ കിട്ടും. നല്ല പഞ്ഞിക്കട്ട പോലത്തെ ഇടിയപ്പം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇടിയപ്പം എങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടും ശരിയാകാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കുക. തുടക്കക്കാർക്കാണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇത്. അപ്പോൾ ഇടിയപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് കുഴയ്ക്കുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട. അതങ്ങനെ തന്നെ മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉടനെ ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സേവനാഴിയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ സാധാ ഇടിയപ്പം ഉണ്ടാക്കും പോലെ തന്നെ മാവ് എടുത്തിട്ട് സേവനാഴിയിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് പ്രസ് ചെയ്ത് സാധാ പോലെ ഇടിയപ്പം പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. മാവിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയും പരുവവും എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ ചെയ്തെടുത്താൽ ഒരു ടെൻഷനും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതിനി 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് എത്രമാത്രം ഹെൽപ്ഫുള്ളായെന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ചൂടോട് കൂടിയിട്ടാണ് മാവ് കോരിയിട്ട് സേവനാഴിയിൽ വെച്ച് ഇതുപോലെ ഇടിയപ്പം പ്രസ് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ ചൂടടിക്കാണ്ടിരിക്കാനായിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് ആ സേവനാഴിയിൽ ചുറ്റിപ്പിടിക്കുക. അതിനുശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് ഇടിയപ്പം പ്രിപ്പയർ ചെയ്തെടുക്കുക കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.